അപ്പോൾ ഇന്നൊരു സൺഡേ ഒരു സ്മോൾ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ, ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ രാവിലെ ഉറക്കൊണ്ടിരിക്കുന്ന കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉറക്കം തീരെ ശരിയായിട്ടില്ല, കാരണം ഞാൻ 10:30 വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. രാവിലെ ഒരുപാട് നേരം ഉറങ്ങുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ ഇത്രയും ഉറക്കക്ഷീണം ഇല്ല കേട്ടോ. അതുപോലെ തന്നെ അല്ലൂസിന് ഒട്ടും എണീക്കാൻ വയ്യാതെ കിടക്കണം കേട്ടോ. ഉറങ്ങിക്കിടന്ന അല്ലൂനെ തട്ടി ഉണർത്തി നേരെ പാല് മേടിക്കാൻ പറഞ്ഞു വിട്ടു. കാരണം സൺഡേ ആണല്ലോ, പൊതുവെ വീട്ടിൽ അധികം ടെൻഷനും ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമാധാനപരമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഒരു ചൂട് ചായ കുടിക്കണം, കാരണം നമുക്ക് സമാധാനത്തിലിരുന്ന് ആസ്വദിച്ചൊരു ചായ കുടിക്കാമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു ചായയായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഇന്നത്തെ ചായ ഒട്ടും ശരിയായിട്ടില്ല. പിന്നെ വേണമെന്നൊക്കെ പറഞ്ഞങ്ങ് കുടിച്ചു. രാവിലെ ഇവിടെ പൊതുവേ എല്ലാം വളരെ ലേറ്റായിട്ടേ നടക്കത്തുള്ളൂ കേട്ടോ. ചായയെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അടുക്കളയിൽ കയറിയത്. അപ്പോഴാണ് പൂരി ഉണ്ടാക്കാനുള്ള മാവ് തീർന്നു പോയി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അല്ലൂനെ സോപ്പിട്ട് ഞാൻ കടയിലോട്ട് പറഞ്ഞു വിട്ടു, കാരണം അവൾക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ പോയി വീണ്ടും. അങ്ങനെ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:30, കാരണം ചേട്ടൻ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി പോയി. നമ്മൾ ഒരുമിച്ച് സൺഡേ ഇരുന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, 1-2 അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോഴത്തേക്കും ചേട്ടൻ അടുക്കളയിൽ വന്ന് എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി സഹായിച്ച് തരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് മീൻസ് ഉച്ച കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് ചക്കപ്പുഴുക്കും മീൻകറിയും കഴിക്കാമെന്ന് വിചാരിച്ച് ചക്കയെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ചക്ക ഭയങ്കര പാട്, ക്ലീൻ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ അല്ലൂസിനെ ഞാൻ ഹെൽപ്പിന് വിളിച്ചു. തിന്നുന്ന പോലെ അല്ലല്ലോ ചക്ക ഇളക്കുന്നത്, ഭയങ്കര പാടാണ്. അങ്ങനെ അല്ലൂസിനെ ഹെൽപ്പിന് വിളിച്ചപ്പോൾ അവളിനോട് പറഞ്ഞു ചക്കയും തൊട്ടത്തില്ല, അയ്യേ ഞാൻ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓടി രക്ഷപ്പെട്ടത്. അതിനുശേഷം ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഈ ടീഷർട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിങ്ങനെ എന്താണെന്ന് വെച്ചാൽ ടീഷർട്ടിലൊക്കെ വെള്ളമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഏപ്രോണൊക്കെ കെട്ടുന്ന ശീലമൊന്നും എനിക്കില്ല. എന്താണെന്നറിയത്തില്ല, 1-2-3 മേടിച്ചത് അങ്ങനെ തന്നെ അങ്ങ് ഇരിപ്പുണ്ട്. എത്രയായാലും ഞാനത് ഇട്ട് ശീലിക്കുന്നില്ല. അറിയില്ല, എല്ലാ ടീഷർട്ടും ഇങ്ങനെ നല്ല ഞാൻ അടുക്കളയിടുന്ന എല്ലാ ഡ്രസ്സും ചീത്തയായി പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എൻ്റെ ഈ സ്വഭാവം തന്നെയാണ്. അങ്ങനെ ചക്കയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുത്തി ആ മരുന്ന് പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. രാവിലെ ഞാൻ മരുന്ന് കഴിച്ചില്ല അമ്മാന്ന് പറഞ്ഞിട്ട്, കാരണം ഇന്നലെ രാത്രി ഭയങ്കര ചുമയായിരുന്നു. അവൾക്ക് തന്നെ അറിയാം അവളുടെ അവസ്ഥ. അതുകൊണ്ട് അവൾ എനിക്ക് ചുമയ്ക്കുള്ള മരുന്ന് എടുത്തുകൊണ്ട് ഓടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ ചുമയ്ക്കുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പണികളിലേക്ക് കടന്നു. ഹോളിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ തകൃതിയായിട്ടുള്ള പണികളിലാണ്, ആർട്ട് വർക്കിലാണ്. അല്ലൂസ് അവിടെ ഡാൻസും പാട്ടുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അവരങ്ങനെ ഹാപ്പി പ്ലേസിലിരിക്കണം കേട്ടോ. ഇത് ചേട്ടൻ്റെ സ്ഥിരം കലാപരിപാടികളാണ്. അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ പോയി എനിക്കുള്ള മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കണം. എനിക്കുള്ളതല്ല, കുടുംബക്കാർക്ക് മൊത്തത്തിലുള്ള മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കുവാണ്. നമുക്കിതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ, നമ്മളെ ഹാപ്പിനെസ് നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനിതാ മീൻകറിയൊക്കെ ഉണ്ടാക്കി. ഇതാണ് ചേട്ടൻ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പുള്ളിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ചക്കപ്പുഴുക്കൊക്കെ നല്ലപോലെ ഉണ്ടാക്കി, മീൻകറി ഉണ്ടാക്കി. മീൻകറി നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലാണ് കേട്ടോ, മുരിങ്ങക്കോലൊക്കെ ഇട്ട് നല്ല കിടിലം മീൻകറി. അതിന് ചക്ക ബാക്കി വന്നതിനെ ഞാനെടുത്ത് ചക്ക ചിപ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഈ വർഷം നമ്മൾ ചക്ക അധികം ഒന്നും കിട്ടിയിട്ടില്ല. ഈ വർഷം നമ്മൾ ചക്കപ്പഴം കഴിച്ചു. ആദ്യത്തെ ഇത് തന്നെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി, കരിഞ്ഞു പോയി. അങ്ങനെ അല്ലൂസിത കളിക്കാനായിട്ടൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ കുറച്ച് നേരം വ്യൂ ഒക്കെ നോക്കി അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്, കിച്ചൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ. അടുത്ത ചേട്ടൻ അത് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലോട്ട് കടന്നു. ഞാൻ അപ്പോഴത്തേക്കും പോയി കുളിച്ച് റെഡിയായി വന്നതാ ഈ സോഫയിലിരുന്ന് കേട്ടോ. പിന്നെ ഞാൻ പോയി ചായ ഇട്ടു കേട്ടോ. എനിക്കും ചേട്ടന് വേണ്ടി മാത്രമാണ് ചായ. കൂടെ ഞാനിതാ ആ ചക്കപ്പുഴുക്കും തേങ്ങ അരച്ച മീൻകറിയുടെ കറി. എൻ്റെ അമ്മ, ഞാൻ കഴിഞ്ഞ വർഷം കഴിച്ചതാണ്. അതിനുശേഷം ഇന്നാണ് ഞാൻ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. ഈ വർഷം എനിക്ക് ചക്കയെ കിട്ടിയില്ല. ഞാനങ്ങനെ ചായ എനിക്കൊരു വികാരമാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് ചായയൊക്കെ കുറച്ച് നിർത്തിയിട്ടുണ്ട്, കാരണം ഓവറായിട്ട് തടി വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ചേട്ടനും വേണ്ടി മാത്രം ഞാൻ ചായയൊക്കെ ഇട്ടു. അങ്ങനെ ചായയൊക്കെ എന്നുവെച്ചാൽ നമ്മൾ ഈ സമാധാനപരമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ചായയെ കുടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞങ്ങളിപ്പോൾ മധുരമിടാത്ത ചായയാണ് അധികം കുടിക്കാറ്. എനിക്കിപ്പോൾ മധുരം ഇട്ട് കുടിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഈ വീഡിയോയിലാണ് ഞാനൊരു കാര്യം കണ്ടത്, എൻ്റെ വയറിങ്ങനെ ഇരിക്കുന്നത്. സത്യത്തിൽ ഇത് വയറല്ല ഗൈസ്. ഞാൻ അടിയിലിട്ടിങ്ങനെ പാൻറ്റിൽ അതിൻ്റെ ഒരു കെട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുകയാണ് കേട്ടോ. അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനത് കണ്ടത്. അപ്പോഴത്തേക്ക് അല്ലൂസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലൂസിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ചക്ക ഇഷ്ടമില്ല എന്ന് പറഞ്ഞവൾ ചക്ക ചിപ്സ് കണ്ടപ്പോൾ ഓടി വന്ന് അത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ ഫ്രണ്ടും കൂടെ ചക്ക ചിപ്സ് കഴിക്കുന്ന സമയം കൂടി ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ പണികളിൽ തന്നെയാണ്, ആരും ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ചായ അവിടെ കൊണ്ടുവച്ചു കൊടുത്തു. ഞാൻ ചായക്ക് ചക്ക ചിപ്സൊന്നും അല്ല കേട്ടോ, നല്ല ചക്ക പുഴുങ്ങിയതും ആ മീൻകറിയും. എൻ്റെ അമ്മോ, ഞാൻ ആസ്വദിച്ചാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഒരു സ്പൂൺ ആ വായിലോട്ട് വച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മോ, സ്വർഗ്ഗം. ഇതാണ് സ്വർഗ്ഗം. കുഴിമന്തിയൊക്കെ അങ്ങ് മാറി നിൽക്കും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. ചോറ്, കപ്പപ്പുഴുക്ക് എല്ലാമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു വിഷമം. അതുകൊണ്ട് ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് കൊള്ളാമോ എന്ന് ചോദിച്ചു. കാരണം ചേട്ടൻ്റെ വായിൽ നിന്ന് കൊള്ളാമോ കൊള്ളില്ലേ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ നല്ലത് പറയണം. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര
മഴ. ഞങ്ങളുടെ ഈ ബാൽക്കണി ഇരുന്നിട്ട് മഴ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേട്ടന് എന്താ പറയുക, 2 ഹെൽപ്പേഴ്സിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെയും കൂടെ പിടിച്ചിരുത്തിയിട്ടാണ് ചേട്ടൻ അടുത്തൊരു സാധനം ഉണ്ടാക്കുവാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ വെച്ച് ചേട്ടൻ ഉണ്ടാക്കിയ ഒരു കിടില ഐറ്റമാണ്. പിന്നെ പിള്ളേർക്ക് ഇതൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ രാത്രിയായപ്പോൾ രാവിലെ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ കപ്പപ്പുഴുക്കും ചോറും ഇന്നലെ വെച്ച ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ചു. എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, എനിക്കിപ്പം കൂടുതലും ഹോട്ടൽ ഫുഡിനെക്കാളും വീട്ടിലെ ഫുഡാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ സ്കൂളുണ്ട്, പണിയുണ്ട്, രാവിലെ എണീക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സങ്കടത്തോടെ പോയി കിടക്കുവാണ്. ചാറ്റാ ബേബി, ഒക്കെ സീ യു.